ആചാര്യ ചാണക്യന്റെ 8 വിജയമന്ത്രങ്ങൾ നിങ്ങളെ വിലകുറച്ചവരെ ഞെട്ടിക്കാൻ. ഈ ലോകത്ത് എത്രപേരാണ് നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ ബന്ധുക്കൾ, കപട സുഹൃത്തുക്കൾ, നിങ്ങളുടെ സഹപ്രവർത്തകർ, അയൽക്കാർ, ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ആളുകൾ പോലും. നിങ്ങളെ വില കുറച്ചു കാണുന്ന, നിങ്ങളുടെ കഠിനാധ്വാനം അവഗണിക്കുന്ന, നിങ്ങളുടെ ബഹുമാനമില്ലാതാക്കാൻ മടിയില്ലാത്ത ആളുകൾ ഇവരാണ്. പക്ഷേ ഒരു കൈപ്പേറിയ സത്യമുണ്ട്. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, നിങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ പുച്ഛത്തോടെ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവർക്ക് അതിന് അവസരം നൽകുന്നുവെന്നാണ്. ഇത് കഠിനമായ ഒരു സത്യമാണ്. ഇത് അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇപ്പോൾ സമയമായി നിങ്ങൾ അവരെ തെറ്റാണെന്ന് തെളിയിക്കണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അപമാനം സഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അധ്വാനം അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നിനും കഴിയില്ലെന്ന് ആരെങ്കിലും തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഓർമ്മിക്കുക, ഈ വീഡിയോ വെറുമൊരു വീഡിയോ അല്ല. ഇത് നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ മറുപടിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആചാര്യ ചാണക്യൻ രാജാക്കന്മാർക്കും വിജയികൾക്കും മാത്രം പഠിപ്പിച്ച 8 രഹസ്യതന്ത്രങ്ങളെക്കുറിച്ചാണ്. ഈ തന്ത്രങ്ങൾ സാധാരണക്കാരനെ പോലും അസാധാരണനാക്കി മാറ്റി. ഈ നയങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള വഴി മാത്രമല്ല പഠിപ്പിക്കുന്നത്. ലോകം നിങ്ങളുടെ മുന്നിൽ അടിയറവ് പറയേണ്ടിവരുന്ന മാനസിക ശക്തിയാണ് ഇത് നിങ്ങൾക്ക് നൽകുന്നത്. ഒരു മുന്നറിയിപ്പ്: നിങ്ങൾ ഈ വീഡിയോ പാതിവഴിയിൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ 90% ആളുകൾ ചെയ്യുന്ന അതേ തെറ്റ് നിങ്ങൾ ആവർത്തിക്കും. അവർ തുടങ്ങും, പക്ഷേ അവസാനം വരെ എത്തില്ല. എന്നിട്ട് ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ കൈപ്പാവയായി ജീവിക്കും. അതുകൊണ്ട് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കൂ. ഇപ്പോഴും ആളുകൾ വിലകുറച്ചു കാണുന്ന അതേ വ്യക്തിയായി തുടരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇല്ലെങ്കിൽ ഇന്നുവരെ നിങ്ങളിൽ നിന്ന് മറച്ചുവെച്ചതെല്ലാം പഠിക്കാനുള്ള സമയമാണിത്. നമുക്ക് തുടങ്ങാം. ചാണക്യനീതി നമ്പർ 1: ഭയത്തെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ ചവിട്ടിയരയ്ക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സത്യമാണിത്. നിങ്ങൾ ഭയം കാണിച്ചാൽ ആളുകൾ നിങ്ങളെ ഞെരിച്ചമർത്തും. അവർ നിങ്ങളുടെ തലയിൽ കയറി നൃത്തം ചെയ്യും. നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ കാണുന്നുവോ അതിലും മോശമായി അവർ നിങ്ങളെ കാണും. ഈ ലോകം ശക്തിയുടെ ഭാഷ മാത്രമേ മനസ്സിലാക്കൂ. ദുർബലനോട് ഒരിക്കലും ക്ഷമിക്കുകയുമില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചാണക്യൻ ഒരു വരിയിൽ മുഴുവൻ ജീവിത നയവും പറഞ്ഞു: നാ ദൈന്യം ന പലായനം. അതായത് ഒരിക്കലും ദീനനാകരുത്, ഒരിക്കലും കളം വിട്ട് ഓടരുത്. ഇപ്പോൾ ചിന്തിക്കൂ, ഈ വരിക്ക് എതിരായി നിങ്ങൾ എപ്പോഴെങ്കിലും നിന്നിട്ടുണ്ടോ? എത്ര തവണ നിങ്ങൾ ശരിയായിരുന്നിട്ടും മൗനം പാലിച്ചു? നിങ്ങൾ ഒറ്റപ്പെടുമോ എന്ന ഭയം കാരണം എത്ര തവണ നിങ്ങളുടെ സ്വപ്നങ്ങളുമായി ഒത്തുതീർപ്പാക്കി? ആളുകൾ എന്തു പറയും എന്ന ഭയം നിങ്ങളെ ഉള്ളിൽ നിന്ന് നശിപ്പിച്ചു. ചാണക്യന്റെ കാഴ്ചപ്പാടിൽ ഭയം ഒരു രോഗമാണ്. ഈ രോഗത്തിനുള്ള പ്രതിവിധി ആത്മവിശ്വാസം മാത്രമാണ്. ഭയമുണ്ടാകുന്നതിന് 2 കാരണങ്ങളുണ്ട്. 1. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ല. 2. ലോകമുണ്ടാക്കിയ തെറ്റായ പ്രതിച്ഛായയിൽ നിങ്ങൾ കുടുങ്ങുന്നു. നിങ്ങൾക്ക് നിങ്ങളെത്തന്നെ വിശ്വാസമില്ലെങ്കിൽ ലോകം നിങ്ങളെ ഒരു കീഴ്വഴക്കം പോലെ കറക്കും. അവർ നിങ്ങളുടെ തീരുമാനങ്ങൾ നിർണ്ണയിക്കും, നിങ്ങളുടെ സ്വത്വം നിർണ്ണയിക്കും. ഒരു ദിവസം നിങ്ങൾ നിങ്ങളെത്തന്നെ മറക്കും. എന്നാൽ നിങ്ങൾ സ്വയം വാക്കുകൊടുക്കുമ്പോൾ ഇനി ഭയന്ന് ജീവിക്കില്ല, ശക്തിയോടെ ജീവിക്കും എന്ന്, അന്ന് നിങ്ങളുടെ പുതിയ ജനനമായിരിക്കും. അന്ന് നിങ്ങൾ ആരാണോ അയാളുടെ സാന്നിധ്യത്താൽ ആളുകൾ വഴിമാറും. നിങ്ങളെ വിലകുറച്ച് കാണുന്നതിനു പകരം നിങ്ങളുടെ നോട്ടത്തെപ്പോലും ഭയപ്പെടുന്ന വ്യക്തിയായി നിങ്ങൾ മാറും. ഓർക്കുക, ഭയം മനുഷ്യനെ അടിമയാക്കുന്നു, ആത്മവിശ്വാസം മനുഷ്യനെ രാജാവാക്കുന്നു. ചാണക്യനീതി നമ്പർ 2: നിങ്ങളുടെ വില നിങ്ങൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ മറ്റൊരാൾ അത് തീരുമാനിക്കും. സുഹൃത്തുക്കളെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്താണ്? നിങ്ങളുടെ യഥാർത്ഥ വില സ്വയം അറിയാതിരിക്കുക. നിങ്ങളുടെ വില നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ ലോകവും നിങ്ങൾക്ക് അത്രയേ പ്രാധാന്യം നൽകൂ. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നുവോ അതുപോലെയാണ് ആളുകളും നിങ്ങളെ കണക്കാക്കുന്നത്. നിങ്ങൾ നിങ്ങളെ ചെറുതായി കണ്ടാൽ ആരും നിങ്ങളെ വലുതാക്കാൻ പോകുന്നില്ല. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ അഭിനന്ദനത്തിനായി കൊതിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ ശക്തി വരുന്നത് നിങ്ങൾ നിങ്ങളുടെ മൂല്യം സ്വയം മനസ്സിലാക്കുമ്പോഴാണ്. ആചാര്യ ചാണക്യൻ പറഞ്ഞു: സ്വയം മഹത്വം അറിയുക, എങ്കിൽ മാത്രമേ ആരെങ്കിലും നിങ്ങളെ മനസ്സിലാക്കൂ. നിങ്ങൾ നിങ്ങൾക്കുവേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്ര തവണ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ ആശയങ്ങളെ വിലകുറച്ച് കണ്ടിട്ടുണ്ട്? മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിക്കുന്നതിനു പകരം എത്ര തവണ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദം ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇതാണ് നിങ്ങളുടെ ദൗർബല്യം. ഇതുപയോഗിച്ച് ആളുകൾ നിങ്ങളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തകർക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു. സ്വയം വിലമതിക്കുക, എന്നാൽ നിങ്ങളുടെ പരിമിതികൾ അറിയുക. നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെത്തന്നെ താഴ്ത്തിക്കെട്ടാതിരിക്കുക എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ വില മനസ്സിലാക്കുമ്പോൾ ആരും നിങ്ങളെ അപമാനിക്കാൻ ധൈര്യപ്പെടില്ല. ഓർക്കുക, തന്നെ ചെറുതായി കാണുന്ന ഒരാൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? ഇപ്പോഴാണ് നിങ്ങൾ സ്വയം വാക്കുകൊടുക്കേണ്ട സമയം. ഞാൻ എന്റെ വില അറിയും. എന്റെ ബഹുമാനം ഞാൻ തന്നെ വർദ്ധിപ്പിക്കും. എന്റെ മൂല്യം കുറച്ചു കാണാൻ ഞാൻ ആർക്കും അവസരം നൽകില്ല. കമന്റിൽ ഇത് എഴുതുക: ഞാൻ എന്റെ മൂല്യം തിരിച്ചറിയുന്നു, അതൊരിക്കലും കുറയാൻ അനുവദിക്കില്ല. എഴുതുമ്പോൾ അത് നമ്മുടെ ചിന്തയുടെ ഭാഗമായി നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. ചാണക്യനീതി നമ്പർ 3:
നിങ്ങളുടെ ദൗർബല്യങ്ങൾ വെളിപ്പെടുത്തരുത്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്താണ്? ആളുകൾ തങ്ങളുടെ ദൗർബല്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നുകാട്ടുന്നു. ഈ വെളിപ്പെടുത്തലുകൾ എപ്പോൾ എങ്ങനെ തങ്ങൾക്കെതിരെ ആയുധമായി മാറുമെന്ന് ഓർക്കാതെ. ആചാര്യ ചാണക്യൻ ഇത് ആഴത്തിൽ മനസ്സിലാക്കി പറഞ്ഞു. ഗുപ്തം രഹസ്യം ച ഗുപ്തം. അതായത്, ഒരു ബുദ്ധിമാൻ തന്റെ ദൗർബല്യങ്ങളും സ്വകാര്യ കാര്യങ്ങളും ഒരിക്കലും ആരുടെയും മുന്നിൽ വെളിപ്പെടുത്തില്ല. കാരണം ലോകത്തിലെ എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല. ചിലർ നിങ്ങളുടെ ദൗർബല്യങ്ങൾ കണ്ട് നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ അവസരം തേടുന്നു. പക്ഷെ നിങ്ങൾ എന്തു ചെയ്യുന്നു? അല്പം ബുദ്ധിമുട്ട് വരുമ്പോൾ ലോകത്തോട് നിങ്ങളുടെ ദൗർബല്യം പറയുന്നു. എന്റെ കയ്യിൽ പണമില്ല, കുടുംബം പിന്തുണയ്ക്കുന്നില്ല, എന്റെ വിധി മോശമാണ്. ഇത് കേട്ട് ആളുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു. യാഥാർത്ഥ്യമിതാണ്, ഭൂരിപക്ഷം പേരും നിങ്ങളെ സഹായിക്കുകയില്ല. മറിച്ച് ഈ കാര്യങ്ങൾ കേട്ട് നിങ്ങളുടെ ദൗർബല്യം മുതലെടുക്കാൻ കാത്തിരിക്കുകയായിരിക്കും. 90% പേർ വെറും കാഴ്ചക്കാരായി വരും. ബാക്കി 10% നിങ്ങളുടെ ദൗർബല്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ കൂടുതൽ തളർത്താൻ ശ്രമിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ യഥാർത്ഥ ദൗർബല്യങ്ങൾ ഒരിക്കലും ആരുടെയും മുന്നിൽ കൊണ്ടുവരരുത്. കാരണം നിങ്ങളുടെ ദൗർബല്യങ്ങൾ ആളുകൾ അറിഞ്ഞാൽ അവർ നിങ്ങളെ ബഹുമാനിക്കില്ല. പകരം നിങ്ങളെ ദുർബലനായി കണ്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കും. വലിയ നേതാക്കളോ വിജയിച്ച വ്യാപാരികളോ കളിക്കാരോ ഒരിക്കലും അവരുടെ ദൗർബല്യങ്ങൾ പരസ്യമാക്കാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം അവർക്കറിയാം, അവരുടെ ദൗർബല്യം എല്ലാവർക്കും മുന്നിൽ വന്നാൽ അവരുടെ ബഹുമാനം നഷ്ടപ്പെടും. ആളുകൾ അവരെ ദുർബലരായി കാണും. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു നിയമമുണ്ടാക്കുക. ലോകത്തിനു മുന്നിൽ നിങ്ങളുടെ ശക്തി കാണിക്കുക, നിങ്ങളുടെ ദൗർബല്യം മറയ്ക്കുക. നിങ്ങളുടെ ദൗർബല്യങ്ങൾ ഹൃദയത്തിൽ ഒളിപ്പിച്ചുവെച്ച് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ മറുപടി നൽകുക. ഇതാണ് ബുദ്ധിയും ചാണക്യനീതിയുടെ സത്യവും. ചാണക്യനീതി നമ്പർ 4: നിങ്ങളുടെ ചിന്തകൾ താഴാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ ജീവിതം തകരും. സുഹൃത്തുക്കളെ, ഈ കാര്യം ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ശക്തി. നിങ്ങളുടെ ചിന്ത ദുർബലവും നെഗറ്റീവുമാണെങ്കിൽ ജീവിതവും അതേ വഴിയിൽ സഞ്ചരിക്കും. നിങ്ങൾ സ്വയം നിങ്ങളുടെ ചിന്തകളെ ദുർബലമാക്കുമ്പോൾ മാത്രമാണ് ആളുകൾ നിങ്ങളെ വിലകുറച്ച് കാണുന്നത്. ആചാര്യ ചാണക്യൻ പറഞ്ഞു, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ സ്വന്തം ചിന്തയാണ്. നിങ്ങൾ നിങ്ങളെത്തന്നെ വിലകുറച്ചു കാണുമ്പോൾ ആ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഭയം, സംശയം, പരാജയം എന്നിവയുടെ വിത്തുകൾ പാകുന്നു. ഈ ചിന്ത നിങ്ങളെ വീണ്ടും വീണ്ടും തളർത്തുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാനുള്ള ധൈര്യം നഷ്ടപ്പെടുന്നു. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ പ്രശ്നങ്ങൾ പോലും എളുപ്പമായി തോന്നുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ വഴികൾ തനിയെ തുറക്കും. എന്നാൽ നെഗറ്റീവ് ചിന്ത വരുമ്പോൾ എല്ലാ ജോലിയും വലുതായി, എല്ലാ വെല്ലുവിളികളും ഭാരമായി, എല്ലാ സ്വപ്നങ്ങളും അപൂർണമായി തോന്നും. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ ബലപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ദിവസവും നിങ്ങളുടെ മനസ്സിന് എഴുന്നേൽക്കാനും പോരാടാനും ശക്തി നൽകുന്ന കാര്യങ്ങൾ നൽകുക. നിങ്ങളെ താഴെയിറക്കുന്നതിനു പകരം മുകളിലേക്കുയർത്തുന്ന ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുക. ഓർക്കുക, നിങ്ങളുടെ ചിന്തകൾ എന്താണോ അതുതന്നെയാണ് ജീവിതം നിങ്ങൾക്ക് നൽകുക. ചിന്ത വലുതാണെങ്കിൽ ലക്ഷ്യവും വലുതായിരിക്കും. ചിന്ത ചെറുതാണെങ്കിൽ സ്വപ്നങ്ങളും ചെറുതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ ഒരിക്കലും താഴാൻ അനുവദിക്കരുത്. കാരണം ചിന്ത തകരുമ്പോൾ ജീവിതം തകരുന്നു. ചാണക്യനീതി നമ്പർ 5: കോപത്തെ ജയിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളെ വിഴുങ്ങും. കോപം ഇതാദ്യം മനുഷ്യന്റെ ഉള്ളിൽ കത്തുന്ന ഒരു തീയാണ്. പിന്നെ അത് സാവധാനം അവന്റെ ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങളെയും സാഹചര്യങ്ങളെയും ചുട്ടുപൊള്ളിക്കുന്നു. നമ്മുടെ പുരാതന ഗുരു ആചാര്യ ചാണക്യൻ വളരെ വിവേകത്തോടെ പറഞ്ഞു, തന്റെ കോപത്തെ നിയന്ത്രിക്കുന്നവന് യഥാർത്ഥത്തിൽ ലോകത്തെ മുഴുവൻ ജയിക്കാൻ കഴിയും. ഇത് വെറുമൊരു വാക്കല്ല, ജീവിതത്തിന്റെ വിലമതിക്കാനാവാത്ത ഒരു സൂത്രവാക്യമാണ്. ഇപ്പോൾ ഒന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തവണ നിങ്ങളുടെ ദേഷ്യം നിങ്ങൾക്കെതിരായി നിന്നിട്ടുണ്ട്? എത്ര തവണ നിങ്ങൾ ഒരു തർക്കത്തിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സംസാരിച്ചു? അത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കി. അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് ബോസ് എന്തെങ്കിലും പറഞ്ഞു, നിങ്ങൾ ഉടൻ മറുപടി പറഞ്ഞു, ഫലം ജോലി കൈവിട്ടുപോയി. വീട്ടിൽ ദേഷ്യത്തിൽ ഒരു വാക്ക് പുറത്തുവന്നു, അത് വർഷങ്ങളോളം ബന്ധങ്ങളിൽ വിഷം കലർത്തി. നമ്മളിൽ എല്ലാവർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാകാം. ഇനി ചോദ്യമിതാണ്, എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്? ഇതിന് 2 പ്രധാന കാരണങ്ങളുണ്ട്. 1, ഒരു സാഹചര്യത്തിൽ നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ. 2, നമ്മുടെ ബഹുമാനത്തിന് ക്ഷതമേൽക്കുന്നു എന്ന് തോന്നുമ്പോൾ. എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, കോപം നിങ്ങളെ ശക്തനാക്കുന്നില്ല, അത് നിങ്ങളെ ദുർബലനും വിവേകമില്ലാത്തവനുമാക്കുന്നു. യഥാർത്ഥ ശക്തി ദേഷ്യമുണ്ടായിട്ടും നിങ്ങൾ ശാന്തനായിരിക്കുന്നതാണ്. കാരണം ശാന്തനായിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ശരിയായതും ആലോചിച്ചതുമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നവൻ മാത്രമേ യഥാർത്ഥ വിജയം നേടൂ. ഇത് മനസ്സിലാക്കാൻ മഹാഭാരതത്തിലെ ഒരു വലിയ ഉദാഹരണം നോക്കാം. തന്റെ ധൈര്യത്തിന് പേരുകേട്ട അഭിമന്യു ചക്രവ്യൂഹത്തിൽ കുടുങ്ങിയപ്പോൾ ദേഷ്യത്തിൽ ശരിയായ തന്ത്രം ഉപയോഗിക്കുന്നതിനു പകരം തിടുക്കപ്പെട്ട് തെറ്റായ തീരുമാനങ്ങളെടുത്തു. ഫലമായി അദ്ദേഹം രക്തസാക്ഷിയായി. കോപം ഒരിക്കലും ധീരതയെയോ വിവേകത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മറിച്ച് അത് ധീരനെപ്പോലും വിഡ്ഢിയാക്കുന്നു എന്നതിനുള്ള വേദനിപ്പിക്കുന്ന ഒരു ചരിത്രപാഠമാണിത്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ആദ്യം ആഴത്തിൽ ശ്വാസമെടുക്കുക, നിർത്തുക.
നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവനെതിരെ ശാന്തമായിരിക്കുക. ആ നിമിഷത്തിൽ നിങ്ങൾ ശാന്തനായിരുന്നെങ്കിൽ നിങ്ങൾ ജയിച്ചെന്ന് മനസ്സിലാക്കുക. എന്നാൽ നിങ്ങൾ ദേഷ്യത്തിന് അടിമപ്പെട്ടാൽ തോൽവിയിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. അവസാനമായി ചിന്തിക്കൂ, നിങ്ങൾ നിങ്ങളുടെ ഭയത്തെ തോൽപ്പിച്ചു, ദൗർബല്യങ്ങൾ മറച്ചു, തെറ്റായ സൗഹൃദം ഉപേക്ഷിച്ചു, ഏറ്റവും പ്രധാനം നിങ്ങളുടെ കോപത്തെ നിയന്ത്രിച്ചു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കാണും. നിങ്ങളുടെ ചിന്ത മാറും, നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും, നിങ്ങളുടെ ലോകം മാറും. ചാണക്യനീതി നമ്പർ 6: രഹസ്യങ്ങൾ മറച്ചുവെക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ നശിപ്പിക്കും. സുഹൃത്തുക്കളെ, മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണ്? അവന് തന്റെ വാക്കുകൾ പിടിച്ചു നിർത്താൻ കഴിയില്ല. സന്തോഷം വരുമ്പോൾ അവൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. ദുഃഖമാണെങ്കിൽ തന്റെ അവസ്ഥ എല്ലാവരുടെയും മുന്നിൽ തുറന്നുകാട്ടുന്നു. എന്നാൽ ഇതാണ് അവന്റെ ഏറ്റവും അപകടകരമായ തെറ്റായി മാറുന്നത്. ആചാര്യ ചാണക്യൻ വലിയ വിവേകത്തോടെ പറഞ്ഞു, ഗുപ്തം രഹസ്യം ച ഗുപ്തം, ഗുപ്തം രഹസ്യം ച ഗുപ്തം. അതായത്, ഒരു ബുദ്ധിമാൻ തന്റെ രഹസ്യങ്ങൾ ആരുടെയും മുന്നിൽ തുറക്കില്ല. ഇപ്പോൾ ഒന്ന് ചിന്തിക്കൂ, നിങ്ങൾക്ക് ആരോടാണ് സ്നേഹം, നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെ ദൗർബല്യങ്ങളുണ്ട് എന്നിങ്ങനെയുള്ള നിങ്ങളുടെ ഏതെങ്കിലും രഹസ്യം ആരെങ്കിലും വിശ്വസിച്ച് പറഞ്ഞിട്ടുണ്ടോ? ആ വ്യക്തി ഒരിക്കലും ഈ രഹസ്യം നിങ്ങൾക്ക് എതിരായി ഉപയോഗിക്കില്ലെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈ ലോകത്ത് നിങ്ങളുടെ ഏറ്റവും ആഴമേറിയ രഹസ്യം എപ്പോഴും മറച്ചുവെക്കാൻ കഴിയുന്നത്ര വിശ്വസ്തത ആർക്കുമില്ല. ഓർക്കുക, രഹസ്യങ്ങൾ 2 സ്ഥലങ്ങളിൽ മാത്രമേ സുരക്ഷിതമായിരിക്കൂ. ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ, മറ്റൊന്ന് കല്ലറയിൽ. നിങ്ങളത് മറ്റെവിടെയെങ്കിലും തുറന്നാൽ അപകടം വളരാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കുക. രഹസ്യങ്ങൾ പുറത്തുവരുമ്പോൾ അവ ആയുധങ്ങളായി മാറുന്നു. അത് നിങ്ങൾക്ക് എതിരായി ഉപയോഗിക്കപ്പെടും. ഇത് മനസ്സിലാക്കാൻ ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരു ശക്തനായ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു വലിയ ദൗർബല്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചെവികൾ വളരെ വലുതായിരുന്നു. അത് മറയ്ക്കാൻ അദ്ദേഹം എപ്പോഴും തൊപ്പി ധരിച്ചിരുന്നു. അദ്ദേഹം തന്റെ ക്ഷുരകനോട് ഈ രഹസ്യം പറഞ്ഞു, കാരണം അദ്ദേഹത്തിന് ക്ഷുരകനെ പൂർണ്ണ വിശ്വാസമായിരുന്നു. ആദ്യം ക്ഷുരകൻ ഇതിനെ നിസ്സാരമായി കണ്ടു. പക്ഷേ സാവധാനം അവന്റെ മനസ്സ് ഭാരപ്പെട്ടു. അവൻ ഈ രഹസ്യം മറ്റൊരാളോട് പറഞ്ഞു. ആ സംഗതി കാട്ടിലെത്തി, പിന്നെ ഗ്രാമത്തിലെത്തി, അവസാനം രാജ്യമെമ്പാടും പരന്നു. ഫലം, രാജാവിന്റെ ബഹുമാനം പൂർണ്ണമായും ഇല്ലാതായി. തന്റെ ഏറ്റവും രഹസ്യമായ ദൗർബല്യം ഒളിപ്പിച്ചയാൾ ഒരു വ്യക്തിയെ വിശ്വസിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി. നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് വിശ്വസിക്കുന്നവരുമായി മാത്രം പങ്കിടണം. ചാണക്യനും പറഞ്ഞു, വിശ്വസിക്കുക, പക്ഷെ വിവേകത്തോടെ. രഹസ്യങ്ങൾ സ്വയം വിശ്വസിച്ച് സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും ഉചിതം. ഇപ്പോൾ സ്വയം ചോദിക്കൂ, നിങ്ങളുടെ ചില രഹസ്യങ്ങൾ മറ്റാരുടെയെങ്കിലും പക്കലുണ്ടോ? ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക, കാരണം ഒരു ദിവസം അതേ രഹസ്യങ്ങൾ നിങ്ങൾക്കെതിരായി ഉപയോഗിക്കപ്പെടാം. ഓർക്കുക, ജീവിതത്തിൽ എത്ര വലിയ സിംഹമായാലും അവന്റെ ഏറ്റവും ദുർബലമായ കണ്ണി പുറത്തു വന്നാൽ അവൻ അതേ ദുർബലമായ കണ്ണിയിൽ തോൽക്കും. അതുകൊണ്ട് രഹസ്യങ്ങൾ മറച്ചുവെക്കാൻ പഠിക്കുക. നിങ്ങളുടെ ശക്തിയും ദൗർബല്യവും നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കുക. ചാണക്യനീതി നമ്പർ 7: സമയം തിരിച്ചറിയുക, അല്ലെങ്കിൽ പശ്ചാത്തപിക്കേണ്ടിവരും. സുഹൃത്തുക്കളെ, ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമിതാണ്: സമയം ആരെയും കാത്തിരിക്കില്ല. നിങ്ങൾ തയ്യാറായാലുമില്ലെങ്കിലും സമയം ഒന്നുമറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കും. ആചാര്യ ചാണക്യൻ വളരെ ലളിതവും ആഴമേറിയതുമായ വാക്കുകളിൽ പറഞ്ഞു, കാലായ തസ്മൈ നമഃ, കാലായ തസ്മൈ നമഃ. അതായത്, ഏറ്റവും വലിയ ശക്തി സമയമാണ്. സമയം മനസ്സിലാക്കിയവൻ തന്റെ പകുതി യുദ്ധം ജയിച്ചു. സമയം നഷ്ടപ്പെടുത്തിയവൻ എല്ലാം നഷ്ടപ്പെടുത്തി. ഇപ്പോൾ ഒന്ന് ചിന്തിക്കൂ, എത്ര തവണ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നാളത്തെ പഠനം തുടങ്ങും, അടുത്ത മാസം എന്റെ ബിസിനസ് തുടങ്ങും, കുറച്ചുകൂടി വലുതാകട്ടെ, എന്നിട്ട് എന്റെ സ്വപ്നങ്ങളെ പിന്തുടരും. പക്ഷേ ആ നാളെ എപ്പോഴെങ്കിലും വന്നോ? കാരണം സമയം നീണ്ടുപോയി. നിങ്ങൾ നാളെ ചെയ്യാമെന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് യഥാർത്ഥ വഞ്ചന. സമയം നിശബ്ദമായി കടന്നുപോകും. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ പശ്ചാത്താപം മാത്രമേ കാണൂ. അന്ന് ഞാൻ കഠിനാധ്വാനം ചെയ്തിരുന്നെങ്കിൽ. സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ചരിത്രത്തിലെ മഹത്തായ ഉദാഹരണങ്ങൾ നോക്കുക. തോമസ് എഡിസനെ എടുക്കുക. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാൻ ആയിരക്കണക്കിന് തവണ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം നാളെ ചെയ്യാം എന്ന് പറഞ്ഞില്ല. എല്ലാ ദിവസവും കഠിനാധ്വാനം തുടർന്നു. അദ്ദേഹം സമയത്തെ ബഹുമാനിച്ചിരുന്നില്ലെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ഇരുട്ടിലായിരുന്നേനെ. അല്ലെങ്കിൽ ഇന്ത്യയുടെ മിസൈൽമാൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ നോക്കുക. വിദ്യാർത്ഥി ജീവിതത്തിൽ അദ്ദേഹം ഇപ്പോൾ വിശ്രമിക്കാം, പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയും ഉയരങ്ങളിലെത്താൻ കഴിയുമായിരുന്നു. ചാണക്യന്റെ ഈ മന്ത്രം ലളിതമാണ്. ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യം നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം സമയത്തേക്കാൾ വലിയ ശത്രുവില്ല, സമയത്തേക്കാൾ വലിയ സുഹൃത്തുമില്ല. നിങ്ങൾ സമയത്തെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അതേ സമയം നിങ്ങളെ രാജാവാക്കും. എന്നാൽ നിങ്ങൾ അതിനെ വെറുതെ കളഞ്ഞാൽ അതേ സമയം നിങ്ങളെ അജ്ഞാതയുടെ ഇരുട്ടിലേക്ക് തള്ളിവിടും. ചാണക്യനീതി നമ്പർ 8: മൂർഖസംഗതി വിനാശായ, വിധിയുടെ കൂട്ടുകെട്ട് നാശത്തിലേക്ക് നയിക്കും. സുഹൃത്തുക്കളെ, ഇത് വളരെ സത്യവും അത്യാവശ്യവുമായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് ഒരുപാട് പഠിക്കുന്നുണ്ട്, എന്നാൽ അവരിൽ നിന്ന് പ്രേരിതരാകുകയും ചെയ്യുന്നു. ഇപ്പോൾ സ്വയം ചോദിക്കൂ,
നിങ്ങളുടെ കൂട്ടുകെട്ട് നിങ്ങളെ ഉയർത്തുന്നതോ അതോ താഴ്ത്തുന്നതോ? നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുകയാണോ അതോ വിജയിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണോ? നിങ്ങളുടെ കൂട്ടുകെട്ട് സമയത്തിന്റെ വില മനസ്സിലാക്കാൻ പഠിപ്പിക്കുകയാണോ അതോ നിങ്ങളെ അലസനും ശ്രദ്ധയില്ലാത്തവനുമാക്കുകയാണോ? ഓർക്കുക, തെറ്റായ സൗഹൃദം വിഷപ്പാമ്പിന് തുല്യമാണ്. അത് സാവധാനം നിങ്ങളുടെ വിധി വിഴുങ്ങുന്നു. അതേസമയം ശരിയായ സൗഹൃദം ഒരു ശക്തമായ സൂര്യനെപ്പോലെയാണ്. അത് സാവധാനം നിങ്ങളുടെ ഭാവി പ്രകാശമാനമാക്കുന്നു. നിങ്ങൾ എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ സഹായിക്കുന്ന ശരിയായ സൗഹൃദം എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള രഹസ്യമാണിത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? തെറ്റായ ശീലങ്ങളോടും മോശം കൂട്ടുകെട്ടിനോടും കൂടി ജീവിതകാലം മുഴുവൻ ജീവിച്ച് പശ്ചാത്തപിക്കുക എന്നതാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, ഒരു മനുഷ്യന് തന്റെ ശീലങ്ങളിൽ നിയന്ത്രണമില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവന്റെ യഥാർത്ഥ അധികാരം ഉണ്ടാകില്ല. ഇതെത്ര വലിയ സത്യമാണ്! നമ്മൾ പലപ്പോഴും നമ്മുടെ വിധിയെ ശപിക്കുന്നു. സാഹചര്യങ്ങൾ നമുക്കെതിരാണെന്ന് പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ശീലങ്ങൾക്കും കൂട്ടുകെട്ടുകൾക്കും നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഇടം നൽകിയത്. ഒരിക്കൽ മഗധ സാമ്രാജ്യത്തിലെ ഒരു രാജകുമാരൻ ചാണക്യന്റെ അടുത്ത് വന്നു. അവന് ധനമുണ്ടായിരുന്നു, ശക്തിയുണ്ടായിരുന്നു, അവൻ രാജകുമാരനായിരുന്നു. എന്നിട്ടും അവൻ ആശങ്കാകുലനായിരുന്നു. അവൻ പറഞ്ഞു, ആചാര്യ, ഞാൻ രാജകുമാരനാണ്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല എനിക്ക് രാജാവാകാൻ യോഗ്യതയുണ്ടെന്ന്. ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവാകാനുള്ള യോഗ്യത വംശത്തിൽ നിന്ന് വരുന്നില്ല, മറിച്ച് ശീലങ്ങളിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ദുശീലങ്ങളെ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ രാജാവാക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ല. തുടർന്ന് ചാണക്യൻ അവനെ 7 ദിവസത്തേക്ക് തന്നോടൊപ്പം നിർത്തി. ഈ 7 ദിവസങ്ങളിൽ അദ്ദേഹം ഒരൊറ്റ കാര്യമാണ് ചെയ്തത്: രാജകുമാരന്റെ ശീലങ്ങൾ മെച്ചപ്പെടുത്തുക, സമയത്ത് ഉണരുക, ശരിയായ കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുക, ഭക്ഷണത്തിൽ സംയമനം പാലിക്കുക, കോപം നിയന്ത്രിക്കുക, പഠനത്തിന്റെയും ചിന്തയുടെയും ശീലം, എല്ലാ രാത്രിയും ആത്മപരിശോധന, കർശനമായ അച്ചടക്കം. 7 ദിവസത്തിനു ശേഷം രാജകുമാരന്റെ മുഖത്ത് ആത്മവിശ്വാസം തിളങ്ങി. അവൻ സ്വയം പറഞ്ഞു, ഇനി ഞാൻ രാജാവാകാൻ യോഗ്യനാണ്. സുഹൃത്തുക്കളെ, ഈ 7 ശീലങ്ങളാണ് ചാണക്യൻ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തായി പറഞ്ഞത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അലസത, തെറ്റായ കൂട്ടുകെട്ട്, ലഹരി തുടങ്ങിയ ദുശീലങ്ങൾ മാറ്റി അച്ചടക്കം, സംയമനം, കഠിനാധ്വാനം, പഠിക്കാനുള്ള ആഗ്രഹം എന്നിവ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതം മാറില്ലേ? ഓർക്കുക, ചെറിയ ദുശീലങ്ങൾ സാവധാനം നമ്മുടെ മുഴുവൻ ഭാവിയെയും നശിപ്പിക്കുന്നു. നല്ല ശീലങ്ങൾ സാവധാനം നമ്മൾ സ്വപ്നം കാണാൻ പോലും ധൈര്യപ്പെടാത്ത ഉയരങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾ ഏത് ശീലമാണ് മാറ്റാൻ പോകുന്നത്? കാരണം ജീവിതം ആർക്കുവേണ്ടിയും കാത്തിരിക്കില്ല. നാളെയെ കാത്തിരിക്കുന്നവർ എപ്പോഴും നാളെയിൽ തന്നെ കുടുങ്ങിപ്പോകും, ഒരിക്കലും മുന്നോട്ടു പോകില്ല. അതുകൊണ്ട് ചിന്തിക്കുക, ശരിയായ കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുക, നല്ല ശീലങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ആദ്യ ചുവട് ഇന്ന് തന്നെ വയ്ക്കുക. കാരണം ഇതാണ് ചാണക്യന്റെ ഏറ്റവും വലിയ പാഠം: മൂർഖസംഗതി വിനാശായ. ശരിയായ കൂട്ടുകെട്ടും ശരിയായ ശീലങ്ങളുമാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുക. നിങ്ങൾക്ക് ഈ ചാണക്യനീതി ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബട്ടൺ അമർത്തുക. അതുവഴി നിങ്ങൾക്ക് ഇത്തരം കൂടുതൽ രഹസ്യങ്ങൾ പഠിക്കാൻ കഴിയും. നിങ്ങളുടെ പ്രിയപ്പെട്ട നീതി ഏതായിരുന്നു എന്ന് കമന്റിൽ പറയുക. ഓർക്കുക, നിങ്ങൾ സ്വയം ദുർബലനാകുന്നതുവരെ ആർക്കും നിങ്ങളുടെ ശക്തി കവർന്നെടുക്കാൻ കഴിയില്ല.